ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേഹം വന്നിട്ട് ഒരാഴ്ചയായി. നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോവുകയാണേ. അപ്പം ഏട്ടന് ലീവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകാതിരുന്നത്. അപ്പോൾ ഇന്ന് തേർഡ് സാറ്റർഡേ ആണ്, ഏട്ടന് അവധിയാണ്, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം പറഞ്ഞാൽ ഡിക്കിലോട്ട് വെക്കുവാണേ. ഓരോരുത്തർക്കും കയറി വേണം നമുക്ക് പോകാൻ. അവിടെ എല്ലാം കൊടുക്കാനുള്ള ഓരോരോ സാധനങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് പോയാലും ഒരാഴ്ചത്തേക്ക് പോകാനുള്ള തുണികളായിട്ടാണ് ഞാൻ പോകുന്നത്. ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ പിന്നെ അറിയാമല്ലോ, മക്കളുള്ളവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. ഒരു ബാഗ് നിറച്ച് തുണികൾ കാണും. നമ്മുടെ ഒന്നോ രണ്ടോ ജോഡിയെ കാണത്തുള്ളെങ്കിലും പിള്ളേരുടെ 3-4 ജോഡി കാണും കേട്ടോ നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ കയറ്റുമൊക്കെ അടിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറുവാണ്. ഇനി ഇവിടെ നേരെ കരുനാഗപ്പള്ളി പോകണം. അവിടുന്ന് നേരെ നമുക്ക് അടൂർ ചേച്ചിയുടെ അടുത്ത് നിന്ന് കയറണം. പിന്നെ ചെങ്ങന്നൂർ നമുക്ക് ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അടുത്ത് കയറണം. അപ്പോൾ എല്ലായിടവും കയറി വേണം നമുക്ക് പോകാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കൊല്ലം ബീച്ച് എത്തി. ബീച്ച് കഴിഞ്ഞ് നമ്മുടെ തങ്കശ്ശേരി എത്തി. അപ്പം ബോട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ചന്തയിലൊക്കെ മീൻ കുറവാണ്. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അറിയാമോ? നമ്മൾ ഹാർബറിലോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പാട്ടൊക്കെ കേട്ട് ശ്രീമോൻ നല്ല ഡാൻസിലാണ്, നല്ല മൂഡിലാണ്. നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോത്തതുമില്ല, ഒന്നുമില്ല. നമ്മളെ അങ്ങ് വശം കെടുത്തി കളയും. ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാറത്തില്ല. ഒന്നെങ്കിൽ ഏട്ടൻ കഴിക്കണം, കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവൻ്റെ ഏട്ടൻ്റെ കൊടുത്തിട്ട് ഞാൻ കഴിക്കണം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കരുനാഗപ്പള്ളി എത്തി. അവിടെ വന്നപ്പോഴത്തേക്ക് പൊടിവാവൻ ചേച്ചി എല്ലാവരും നമ്മളെ നോക്കിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 8 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും രാവിലെ ഏട്ടനാണ് ലേറ്റ് ആയത്. ജിമ്മിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. നമ്മൾ പിന്നെ 8:30 കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപ്പോഴേ കാശ് ഓടിപ്പോയി പൊടിവാവൻ പൊക്കിയെടുത്തുകൊണ്ട് വരുവാണ്. പൊടിവാവയൊക്കെ നോക്കിയിരുന്ന് കണ്ണ് കാഴ്ചയെന്ന് പറയാമല്ലോ, അതുപോലാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര പൊങ്ങച്ചൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ലേഹമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പറക്കി കൊടുത്തതാണ്. വീഡിയോ കോൾ ചെയ്ത് നമ്മളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടിവാക്കി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വന്നപ്പോഴേ അത് ചോദിച്ചു, അന്നേരം എടുത്ത് കൊടുത്തു. അപ്പോൾ കാശി അതിൻ്റെ മെക്കാനിസം ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെന്ന്. ഇനി എന്തുവായെന്ന് നമുക്കറിയാൻ വയ്യ. അതൊക്കെ ജീവനോടുണ്ടോ, അതൊക്കെ നശിപ്പിച്ചോ എന്നുള്ളത് കാര്യം. ആൺപിള്ളേരെ നശിപ്പിക്കുന്ന പോലെ പെൺപിള്ളേരെ നശിപ്പിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. ഇപ്പോഴത്തെ ആണും പെണ്ണും എല്ലാം കണക്കാണേ. അങ്ങനെ നമുക്ക് ഇടിയപ്പം കടലക്കറിയായിരുന്നു ചേച്ചി ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേഗം അടുത്തടുത്തോട്ട് പോകണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മൈലാഞ്ചി ഇട്ടത് വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പോഴേ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൈലാഞ്ചിയായിട്ടാണ് വന്നത്. വന്ന സമയമില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ പൊടിവാവയുടെ കയ്യിൽ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ കയ്യിൽ ഇടണമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കുന്ന കൈയായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിപ്പിക്കാതെ ഞാനും ഇട്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെക്കുവാണേ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ചേച്ചിയോടെ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ വണ്ടിയിലോട്ട് കയറുവാണ്. കാശി ശ്രീമോനും ഒക്കെ നേരത്തെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. കാശി കയറിയില്ല, ശ്രീമോൻ മാത്രം. അതിനുശേഷം നമ്മൾ കയറിയതിന് ശേഷമാണ് കാശി കയറിയത്. കാശിക്ക് വരണമെന്നില്ല. പൊടിവാവ ലച്ചുവിനെയും കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് നിൽക്കാനുള്ള ഒരു ഇതാണ്. പൊടിവാവ നമ്മളെ നാക്കൊക്കെ നീട്ടി കാണിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇനി ചെങ്ങന്നൂരോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി എങ്ങനെയാണ് ചെങ്ങന്നൂരോട്ട് പോകുന്നത് എന്നൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ വണ്ടി നമ്മൾ തിരിച്ച് വിട്ട് പിന്നെ ആ വഴി തന്നെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനോട് ഹായ് ഒക്കെ പറഞ്ഞ് വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ നേരെ അടൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെങ്ങന്നൂരോട്ടല്ല കേട്ടോ, അടൂരോട്ടാണ് ആദ്യം പോകുന്നത്. അതിന് ശേഷമേ ചെങ്ങന്നൂർ പോകുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ട് ഒത്തിരി നാളായി. ഞാൻ പിള്ളേരെ കാണാം ചെല്ലണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പിള്ളേർ അവിടെ ഇല്ലായിരുന്നു, ചേട്ടൻ്റെ വീട്ടിലായിരുന്നേ. അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ വിളിച്ച ഉടനെ എന്തായാലും രണ്ടുപേരും ഒരുങ്ങിക്കെട്ടി വന്നിട്ടുണ്ട്. ഗൗരി ഉള്ളതുകൊണ്ടാണ് അങ്ങ് പോയത്. അങ്ങനെ വന്ന് നിന്ന് ആദ്യം ഒരു ഇതൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് അടുത്തു. പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ശ്രീമോന് പെങ്കൊച്ചുങ്ങളെ കാണുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇളക്കം കൂടുതലാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞിടാം, നിൻ്റെ കുഞ്ഞമ്മമാരാണ് അവർ, അല്ലാതെ നിൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ആദ്യം തൊട്ടേ. ശ്രീമോൻ അങ്ങനെ ആരുടെ കൈ പോകുന്നതല്ല. സൗമ്യചേച്ചി എടുത്തപ്പോൾ എന്തായാലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. സന്തോഷവും വന്നില്ലായിരുന്നു. സന്തോഷവും 1 മണിയാകുമ്പോഴേ ഫുഡ് കഴിക്കാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കിനി ഓടി അടുത്ത് ചെങ്ങന്നൂർ എത്തണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങുന്നത്. ഈ ഒരു ഇറക്കത്തിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. അമ്മ ബസ് കയറി എവിടെയും പോകണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അമ്മ എനിക്ക് വിടാൻ പേടിയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ കയറി പോകാൻ നേട്ടം പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് പോവാണ്. അപ്പം പിള്ളേർക്കാണെങ്കിൽ 2 പേർക്കും ഞങ്ങൾ പോയപ്പോൾ സമയമായപ്പോഴത്തേക്കും ഭയങ്കര ടാറ്റാതരിയിലും എല്ലാം ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോരുവാണല്ലോ. നമ്മൾ കുറച്ച് സമയം അവിടെ ഇരിക്കുവായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല ഇതായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ടാറ്റാതരിയിൽ അങ്ങ് നിൽക്കുന്നില്ല. പാർച്ചേച്ചിക്ക് ടാറ്റ തരുന്നതെന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. എൻ്റെ ചേച്ചിയല്ല അത്, എൻ്റെ അപ്പച്ചിയാണ് അത്. അപ്പം പിള്ളേർ എൻ്റെ അനിയത്തിമാരായിട്ട് വരുവേ. അപ്പം അതുകൊണ്ടാണ് ചേച്ചിന്ന് വിളിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റി എന്നൊക്കെ വിളിച്ചാൽ ഞാൻ ചവിട്ട് കൊടുക്കുന്ന ഉള്ളമാർക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് എന്നെ ചേച്ചിന്ന് വിളിച്ചത്. അപ്പം നേരത്തെ ഫോൺ ചെയ്തപ്പോൾ പാറു ആൻറ്റി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി ഒന്നും അല്ലടി നിൻ്റെ ചേച്ചിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഗൗരിയോട് പറഞ്ഞെന്ന് പറയുന്നു, ആൻറ്റീന്ന് വിളിച്ച് എന്നെ വഴക്ക് പറയാം, എന്നെ ഞാൻ ചേച്ചീന്ന് വിളിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് ശ്രീമോൻ അങ്ങ് ടാറ്റോടുപ്പ് വന്നിരിക്കും. പിന്നെ പറയണ്ടല്ലോ, വേറെ ആർക്കല്ല, പെങ്കൊച്ചുങ്ങളായതുകൊണ്ടാണ് ഇത്ര ടാറ്റോടുപ്പ് വന്നത്. പിന്നെ അങ്ങ് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുവാണ് ആ ഒരു സന്തോഷത്തിൽ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ചെങ്ങന്നൂരോട്ട് പോവാണ്. ചെങ്ങന്നൂരോട്ട് പോകുന്ന വഴിയാണെങ്കിൽ പാൽപ്പായസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാൽപ്പായസം അല്ലായിരുന്നു, പാലടയും പ്രഥമനുമായിരുന്നു. അങ്ങനെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു. അങ്ങനെ നടുക്കായിട്ട് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സും വാങ്ങിച്ചു. ഏട്ടൻ പോയി പാലടയും ബോളിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ട് പിള്ളേരുണ്ട് അവിടെ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. നമ്മൾ ഉണ്ടായിക്കൊണ്ട് പോകുമെന്ന് നടക്കത്തില്ല, അതുകൊണ്ട് വന്ന വഴി കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ ഏട്ടനും കാശിയും കൂടെ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുമായിരുന്നേ. അത്ര നടന്ന് വന്നപ്പോഴത്തേക്ക് രണ്ടുപേര് ക്ഷീണിച്ചു. ശ്രീമോനും വെള്ളം കുടിക്കുന്നു, കാശിയും വെള്ളം കുടിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നമ്മൾ ചെങ്ങന്നൂരോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ഒരു ബേക്കറി കയറി കുറച്ച് പലഹാരങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി കയറിയതാണ്. പിള്ളേരുള്ളിടത്തോട്ട് പോകുമ്പോൾ പിന്നെ അറിയാലോ, ഐസ്ക്രീം, സ്വീറ്റ്സ് അങ്ങനെയുള്ളതൊക്കെയാണല്ലോ കൂടുതലും വാങ്ങിക്കാറ്. ചേച്ചി ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ്, നമുക്ക് 28-നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അപ്പോൾ ആ വഴി പോകുമ്പോൾ കയറി കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പം ചെങ്ങന്നൂർ എത്താറായി, നമ്മൾ ലൊക്കേഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞിനെ കാണലാണ് മെയിനായിട്ടുള്ള പരിപാടി, അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കി നമ്മൾ വീട് എത്താറായി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ അവിടെ കുട്ടിയുടുപ്പൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് വീടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. വീഡിയോ കോൾ ചെയ്ത് കണ്ട് സംസാരിച്ച ഒരു ഊഹമൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് മൃദുവും മാളും എല്ലാം ചാടി വന്ന് നമ്മളെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഓടി വന്ന് എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ പിള്ളേരെല്ലാം കൂടെ അങ്ങ് കളിയായി. കാശിയും മാളുമായിരുന്നു കമ്പനി കൂടുതലും. ഇപ്പോൾ പിള്ളേർ രണ്ടിനെയും കൂട്ടത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ചേച്ചിയും കുഞ്ഞിനെയും കാണാനായിട്ട് റൂമിലോട്ട് കയറുവാണ്. അപ്പോൾ കുഞ്ഞുവാവയാണെങ്കിൽ പാലൊക്കെ കുടിച്ചിട്ട് ചേച്ചി തട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് 3 ഗേൾസാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവർക്കൊരു ആൺകുഞ്ഞും കൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല കേട്ടോ. ഇതും മോള് തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നമ്മൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എല്ലാ അമ്മമാരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പം എവിടെ ചെന്നാലും അറിയാമല്ലോ, കൊച്ചു പിള്ളേരുള്ളിടത്ത് ചെല്ലുമ്പോൾ ഒത്തിരി നേരം അവർ നമ്മുടെ അടുത്ത് കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു സങ്കടമല്ലേ. അങ്ങനെ മൃദുവിന് നമ്മുടെ കൂടെ വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്, നമ്മൾ പോകണ്ടെന്നും പറഞ്ഞ് കരഞ്ഞതാണ്. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇനി പരിയാരത്തോട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ എത്തടുത്ത് 3 നമ്മൾ കയറി. ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് നമ്മുടെ പരിയാരം തന്നെയാണ്. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വന്നു. അമ്മച്ചിയെ കണ്ടപ്പോഴത്തേക്കും മരുമോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച്, മരുമോളെന്നൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ, മോള് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കയറ്റി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പുറത്ത് സുഷമാമ്മയൊക്കെ കാണാൻ പോയി. ആ കറക്റ്റ് സമയത്ത് വിജീഷണനും വന്നിട്ടുണ്ടായിരുന്നേ. അത് പറഞ്ഞ് ഇവളെയും കൊണ്ട് തോറ്റ് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നല്ലോ, വീഡിയോയ്ക്ക് അത് ഞാനും വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വന്ന കഥകളൊക്കെ പറയുകയാണ്. ഇന്ന എൻ്റെ അടുത്തൊക്കെ കയറി ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ആദ്യക്കൂട്ടൻ അമ്മ കൊണ്ടുവന്ന ബോളൊക്കെ എടുത്ത് കൊടുത്തതാണ്. അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കുള്ള. പിന്നെ ആണെങ്കിൽ ഇത് നമ്മുടെ ഇപ്പുറത്ത് കുട്ടു വാങ്ങിച്ച് വെച്ചൊരു സാധനമാണ്. ഇത് ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നേ. അത് ഓൺലൈനിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇനി ഒന്ന് നോക്കണം, ഒന്ന് വാങ്ങിക്കണേ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. സഞ്ജേട്ടാണെങ്കിൽ പുല്ലാട് പോസ്റ്റായി പോയി. സഞ്ജേട്ടന് വരാൻ പറ്റിയില്ല, റെയിൻകോട്ട് ഇല്ലാതാണ് പോയത്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ മഴ പെയ്യുന്നുള്ളത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചും കൂട്ടുകാരും എല്ലാവരും കൂടിക്കും വന്നിട്ടുണ്ട്. അച്ചു എറണാകുളത്ത് നിന്ന് വരുവാണ്. അവൻ്റെ ലൈസൻസിൻ്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എടുത്തതും കിട്ടി, കാറിൻ്റേതും കിട്ടി, പിന്നെ വേറെ എന്തിൻ്റെയും കൂടെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു, അതും അവന് കിട്ടിയിട്ടുണ്ട്, ലൈസൻസ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ സഞ്ജയണ്ണയും കൂടെ നോക്കിയിരിക്കുവാണ്. പിള്ളേരെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ നല്ല ഓളമായിരുന്നു. അച്ചുമാവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശ്രീമോൻ്റെ കാര്യം പറയണോ. ശ്രീമോനാണെങ്കിൽ ഭയങ്കര ഇളക്കം. അച്ചുവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അത്ര ഇതായിട്ട് നിൽക്കുന്നത്, എത്ര ദിവസം കാണാതിരുന്നാലും. അങ്ങനെ സച്ചു ഒത്തിരി പണിപ്പെട്ടാണ് ശ്രീമോനെ ഒന്ന് വളച്ചെടുത്തത്. ശ്രീമോൻ ആദ്യം പോകുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ കാശിയെ ഓരോന്നൊക്കെ കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ശ്രീമോനും അങ്ങ് സന്തോഷമായി. ഇതൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ സർക്കസ് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ എടുത്തോളാൻ പറഞ്ഞു. ഒറ്റ മനുഷ്യൻ്റെ കയ്യിൽ പോകുന്നില്ലായിരുന്നു. അമ്മച്ചിയുടെ അടുത്തോ കുഞ്ഞിൻ്റെ അടുത്തോ ആരുടെയും കയ്യിൽ പോയില്ലായിരുന്നു. സച്ചുവിൻ്റെ അടുത്തും കമ്പനിയായി. സച്ചു ഇങ്ങനെയാണ്, ഈ പിള്ളേരുടെ കൂടെ കിടന്നങ്ങ് കളിക്കും. കാശിയുടെ അടുത്ത് ഇതുപോലായിരുന്നു. കാശി കൊച്ചിലെ ഇരുന്ന സമയത്തും എല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. വീഡിയോ വരുന്നുണ്ടെങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചീത്തവിളി ഉറപ്പാണ്. അത് കഴിഞ്ഞ് പലയിടത്തിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. പിന്നെ എല്ലാവരും കൂടി ഹാളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങനെ കൂടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സഞ്ജയേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. സഞ്ജയേട്ടൻ വീട്ടിൽ പോയി കുളിച്ച് റെയിൻകോട്ടും ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ അങ്ങോട്ട് വരാൻ വിളിക്കാനെന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞു കുഴപ്പമില്ല, വീട്ടിൽ വന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ മൂഡ് ഓഫ് ആണ്, നോക്കിയിരിക്കുമായിരുന്നേ. അപ്പം ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസത്തെ കാഴ്ചയായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ ആണെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.